കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ മിസ്ഡ് കോൾ കണ്ട് ഹരീഷ് അവളെ വിളിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് എത്തിയോന്ന് നിധി ചോദിക്കുന്നുണ്ട്. വന്നിട്ടില്ലെന്ന് ഹരീഷ് പറയെ ഫോൺ വിളിക്കെങ്ങാനും ചെയ്തിരുന്നോ എന്ന് നിധിയും. ഇല്ല, വിളിച്ചില്ല. അയ്യോ, എന്താ ഇടത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കേ. പ്രശ്നമൊന്നുമില്ല, രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ല. ഫോൺ വിളിച്ചപ്പോ സ്വിച്ച് ഓഫാ, അതുകൊണ്ട് വിളിച്ചതായെന്ന് നിധിയും. അല്ല, അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറില്ലല്ലോ, അവിടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഏയ്, എന്ത് ഇഷ്യൂസ്? ഒന്നുമില്ല. ഇത്ര നേരം കാണാതായപ്പോ അവിടെ എങ്ങാനും വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു എന്ന് നിധിയും. അല്ല, അങ്ങനെ ഏട്ടത്തിയോട് പറയാതെ ഇങ്ങോട്ട് വരുമെന്ന് ഹരീഷ് ചോദിക്കേ. അതും ശരിയാ എന്ന് നിധിയും. ഞാനേ ഒരു കാര്യം ചെയ്തോളാം, ഇടയ്ക്ക് വിളിച്ചോളാം, കിട്ടിയാ ഞാൻ ഏട്ടത്തിയെ വിളിക്കാം. അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നാ ഞാൻ അങ്ങോട്ട് വരാൻ പറയാം, പോരെ എന്ന് ഹരീഷ് ചോദിക്കേ. ശരിയെന്ന് പറഞ്ഞ് നിധിയും കോൾ വെക്കുകയാ. കോൾ വെച്ചു കഴിഞ്ഞ് ഹരീഷും സുധീഷിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് തന്നെ ആയിരുന്നു. ഹരീഷ് പരിഭ്രമത്തോടെ അന്ന് തന്റെ വർക്ക്ഷോപ്പിലേക്ക് വന്ന് സുധീഷേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാ. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെയും നിധിയെയും രണ്ടായി പിരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാ അയാൾ ഇറങ്ങിപ്പോയത് എന്ന് സുധീഷേട്ടൻ പറഞ്ഞതോർക്കെ ഹരീഷും എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തോടെ നിൽപ്പാ. അവിടെ സുധീഷിനെ കെട്ടിയിട്ട താവളത്തിൽ വാ മൂടിക്കെട്ടി കസേരയിരുന്ന് പിടയ്ക്കുന്ന സുധീഷിന്റെ അരികിലേക്കായി അവരുടെ ലീഡർ ചെന്ന് അവന്റെ വായിലെ പ്ലാസ്റ്റർ മാറ്റുമ്പോഴേക്കും ഡാ അഴിച്ചുവിടറാ, അഴിച്ചുവിടാൻ, കേട്ടഴിച്ചുവിടാൻ, നോക്കി നിൽക്കാതെ അഴിച്ചുവിടറാ എന്നൊക്കെ സുധീഷ് പറയുന്നത് അയാൾ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. നീ എന്തിനാടാ വീഡിയോ എടുക്കുന്നത്? ആരെങ്കിലും കാണിക്കാനാണോ? ആര് പറഞ്ഞിട്ടാടാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നേ? കേട്ടഴിച്ചുവിടറാ, എടാ കേട്ടഴിച്ചുവിടറാ, എടാ അഴിച്ചുവിടറാ എന്നൊക്കെ അവൻ വിളിച്ചു പറയുമ്പോഴും അയാൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അവിടെ നിധിയുടെ വീട്ടിലെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ് രാജീവും ഹേമയും അരുണുമെല്ലാം. മൊബൈലിൽ ഒരു മെസ്സേജിന്റെ ശബ്ദം കേൾക്കെ അരുൺ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണേ രാജീവും അവനോടായി പറയുന്നുണ്ട്. ഏയ് അരുൺ, നീ ഇങ്ങനെ കുഴപ്പമില്ലാത്ത മട്ടിൽ ഓടിയാൽ എങ്ങനെയാ? നിന്റെ ഈ കാലിന് പെയിൻ ആണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. അതിനിപ്പോ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അച്ഛാ എന്ന് അരുണും. അതുകൊണ്ട് കാലിന് കുഴപ്പമാണെന്നുള്ള തോന്നല് ഉള്ളിലില്ലെങ്കിലേ നീ നിധിയുടെ മുമ്പിലും ഇങ്ങനെ അറിയാതെ നടക്കും. അതോടെ എല്ലാം പൊളിയും. നമ്മൾ വിചാരിച്ചത് നടന്നു കിട്ടുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് രാജീവ് പറയെ അവൻ ഞൊണ്ടിക്കൊണ്ട് ചെന്ന് ഫോണെടുത്ത് ആ മെസ്സേജ് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ വീണ്ടും അച്ഛന്റെ അരികിലെ സോഫയിലേക്ക് വന്നിരുന്ന് അച്ഛാ ഇത് നോക്ക് എന്ന് പറഞ്ഞ് സുധീഷിന്റെ ആ വീഡിയോ രാജീവിനെ കാണിക്കുകയാ അരുൺ. രാജീവും സന്തോഷത്തോടെ അവൻ ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു ചിരിയോടെ പറയേ. എവിടെ നോക്കട്ടെ എന്ന് ഹേമയും സന്തോഷത്തോടെ ചോദിക്കുകയാ. അവരും സുധീഷിന്റെ ആ വീഡിയോ കണ്ട് സന്തോഷത്തോടെ ചിരിച്ച് ഫോൺ അരുണിന് കൊടുക്കുമ്പോഴേക്കും എന്തൊരു സംസാരമായിരുന്നു അവന്റേത്. എന്നെ വെല്ലുവിളിക്കാൻ അവനായിട്ടില്ല, ഞാൻ ആരാണെന്ന് അവൻ അറിയും. ഇനി അവൻ നിധിയെ കാണാൻ പോലും പാടില്ല. അവളെ ഇവിടെയാക്കി പണവും സ്വർണവും കൊണ്ട് കടന്നു കളഞ്ഞുവെന്ന് അവൾ ഇനി വിശ്വസിക്കാമോ? അവളുടെ ജീവിതത്തിൽ ഇനി അവൻ വേണ്ട, അവൾ ഈ വീട്ടിലെ കുട്ടിയായി മാത്രം ജീവിച്ചാൽ മതി എന്ന് രാജീവ് പറയുന്നത് കേൾക്കെ ഹേമയും സന്തോഷത്തോടെ ഇരിക്കുക. അവിടെ റൂമിൽ ടെൻഷനോടെ ഇരിക്കായിരുന്ന നിധിയും പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ വാമോളെ എന്ന് രാജീവ് വിളിക്കുന്നുണ്ട്. അച്ഛാ, സുധീഷ് വീട്ടിലേക്ക് ചെന്നിട്ടില്ല, അവിടെ ആർക്കും ഒന്നും അറിയില്ലെന്ന് നിധി പറയെ. വീട്ടിൽ പോയിട്ടില്ലെന്ന് വെച്ചാ കട്ടിട്ടില്ലെന്നാണോ അതിന്റെ അർത്ഥം? നമ്മുടെ മൂവ് എന്താണെന്ന് അറിയാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്ന് അരുണും പറയുകയാ. അങ്ങനെ ആരെയും അറിയിക്കാതെ ഒളിച്ചോടി പോകുന്ന ആളല്ല സുധീഷ് എന്ന് നിധി അവനെ സപ്പോർട്ട് ചെയ്തു പറയേ. ഇത് ശരിയല്ല നിധി, നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അവൻ കൊണ്ടുപോയത് 1-2 ലക്ഷമല്ല, എന്നിട്ടും നീ അവനെ വിശ്വസിക്കാതെ അവനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അച്ഛൻ പറയേ. സപ്പോർട്ട് ചെയ്യുന്നതല്ല അച്ഛാ, സുധീഷ് വേറെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം, പക്ഷേ മോഷ്ടിക്കില്ല അച്ഛാ. ഇങ്ങനെ ക്യാഷും സ്വർണവുമായിട്ട് പോകുന്നതൊന്നും സുധീഷിന് പരിചയമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നത് വഴിയിൽ വെച്ച് എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന്. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാലോ എന്ന നിധിയുടെ ചോദ്യങ്ങൾക്ക് ഒരു പരുങ്ങലോടെ ഈ പരാജയവും അരുണും ഹേമയുമെല്ലാം ചന്ദ്രയും അപ്പോഴേക്കും അങ്ങോട്ട് എത്തുന്നുണ്ട്. സുധീഷിന് എന്ത് സംഭവിച്ചു എന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇനി സുധീഷാണ് പണമെടുത്തതെങ്കിൽ അതും പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷെ അങ്ങനെ സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് നിധിയും പറയുകയാണ്. നീ എന്താ മോളെ ഈ പറയുന്നത്? ഈ കാര്യവും പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ പോവുക? ഇത്രയും പണവും സ്വർണവും വണ്ടിയിൽ കൊണ്ടുപോയി എന്നത് തന്നെ നമുക്കെതിരെയുള്ള അടുത്ത കേസാവും. ആ പണത്തിന്റെയും സ്വർണത്തിന്റെയും സോഴ്സ് വെളിപ്പെടുത്താൻ പറയില്ലേ? അക്കൗണ്ടിൽ കാണിക്കാത്ത പണവും വെച്ചുള്ള ബിസിനസ് നടത്തുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള പതിവാ. അത് പക്ഷേ പുറത്താരും പറയാറില്ല. അതുകൊണ്ട് ഈ കാര്യവും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റില്ല. വേറെ ആരെയും ഏൽപ്പിക്കാതെ അരുൺ തന്നെ ഇക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ ഞാൻ അവനെ ഒന്ന് ആശ്രയിച്ചു പോയി, അതായിപ്പോ വലിയ ചതിയായത് എന്ന് രാജീവ് പറയേ. അച്ഛാ, നമ്മുടെ സമയം വെറുതെ പാഴാക്കണ്ട. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും നമുക്കിപ്പോ നേരമില്ല.
വാ, ആദ്യം അവൻ എവിടെ പോയെന്ന് നമുക്ക് കണ്ടെത്താം എന്ന് വിളിച്ച് അരുൺ എഴുന്നേൽക്കുമ്പോഴേക്കും രാജീവും കൂടെ എഴുന്നേൽക്കുകയാ. അപ്പോഴാണ് സാന്ദ്ര ഈ അവസ്ഥയിൽ ഇത് എങ്ങോട്ടായെന്ന് ചോദിക്കുന്നത്. ഇവിടെ വീടിന്റെ അവസ്ഥ തന്നെ മോശമായിക്കൊണ്ടിരിക്കുക, അപ്പോഴാ നീ എന്നെ പറ്റി ടെൻഷൻ ആവുന്നത് എന്നവളെ വഴക്കു പറഞ്ഞ് അച്ഛൻ വന്നെന്ന് വിളിച്ച് അരുൺ അച്ഛനെയും കൂട്ടി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും ഹേമയും നിധിയോടായി ഇനിയും ആ കുടുംബത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ തോന്നുന്നുണ്ടല്ലോടി നിനക്ക്, ഇനിയെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയും വിശ്വസിക്കുക, എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഹേമ ഇവിടുന്ന് നടന്നു നീങ്ങുകയാണ്. പിന്നീട് വൈകുന്നേരം ആവുമ്പോഴും നിധി തന്റെ റൂമിലൂടെ ടെൻഷനോടെ നടന്ന് സുധീഷിനെ മൊബൈലിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴും സുധീഷിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് തന്നെ ആയിരുന്നു. അങ്ങോട്ട് വരുന്ന ഹേമയും ആ കാഴ്ച കണ്ട് അവളെ തന്നെ നോക്കി നിൽപ്പാ. നിധി അപ്പോഴേക്കും സുധീഷിന്റെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. സുധീഷേ, ഇപ്പൊ എവിടെയുള്ളത്? പണവും സ്വർണവും പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നിങ്ങളെ കാണാതെ വീട്ടിലാകെ പ്രശ്നമാ, ഈ മെസ്സേജ് കണ്ടാ ദയവ് ചെയ്തൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞവൾ ആ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഡെലിവർ ആവുന്നില്ലായിരുന്നു. ഹേമ അപ്പോഴേക്കും അവളുടെ റൂമിലേക്ക് ചെന്ന് എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കെ സുധീഷിനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ലെന്ന് നിധി. അപ്പോ നീ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല അല്ലേ? ഇങ്ങനെ കണ്ണുമടച്ചു വിശ്വസിക്കാൻ അവനും അവന്റെ കുടുംബവും എന്തുവാടി നിന്നോട് ചെയ്തത്? ഒരു 4 മാസം നീ തികച്ച ആ വീട്ടിൽ നിന്നിട്ടുണ്ടോ? അവനെ അവന്റെ കുടുംബ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ നീ. നിന്നെ കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട് മോളെ. ഇങ്ങനെ തെറ്റായ ആളുകളെ നീ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് എനിക്ക് എന്ന് ഹേമ ടെൻഷനോടെ പറയേ. അമ്മേ പ്ലീസ്, അവരെ പറ്റി എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കും പോലെ അത്ര മോശം ആളുകളല്ല അവര്. അച്ഛൻ പണവും സ്വർണവും കൊടുത്തയക്കുമ്പോ സുധീഷ് എത്ര തവണ ആലോചിച്ചിട്ടുണ്ടാവുമെന്നറിയോ? പോവാൻ സുധീഷിന് താല്പര്യമില്ലായിരുന്നു. ഞാൻ കൂടി പറഞ്ഞിട്ടാ സുധീഷ് പോയത്. ആ പണം മോഷ്ടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനത്രയും ആലോചിക്കണം എന്ന് നിധി ചോദിക്കേ. വേറെന്താലോചിക്കാൻ? കയ്യിൽ കിട്ടിയതുമായിട്ട് ഇപ്പൊ പോണോ അതോ കുറച്ചു കാലം കൂടി കഴിഞ്ഞ് എല്ലാം ചൂണ്ടിയെടുത്ത് പോണോ എന്നാലോചിച്ചിട്ടായിരിക്കും മടിച്ചത്. അവസാനം കിട്ടിയെങ്കിൽ അത് എന്നാലോചിച്ചിട്ട് അങ്ങ് മുങ്ങി. അത് തന്നെ എന്ന് ഹേമയും ദേഷ്യത്തോടെ പറയുക. അമ്മേ, ഞാൻ പറയുന്നതൊന്നും നിങ്ങളുടെ തലയിൽ കയറുന്നില്ലേ എന്ന് ചോദിക്കേ. ദേഷ്യത്തോടെ ഹേമയും അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവാത്തത് എന്താ? ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് മാത്രം നീ ഉത്തരം പറയും. കല്യാണത്തിന് മുമ്പ് സുധീഷ് അവന്റെ വീടിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സത്യമായിരിക്കില്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ലേ? പറഞ്ഞിരുന്നെങ്കിലേ നീ ഒരിക്കലും അവനെ വിവാഹം കഴിക്കില്ലായിരുന്നു. വീടിനെയും വീട്ടുകാരെയും പറ്റി കള്ളം പറഞ്ഞ് നിന്നെ ചതിച്ചവൻ പണം കണ്ടപ്പോ ചതിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം നീ ആദ്യം പറയേ എന്നമ്മ ചോദിക്കേ. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുക. ഉത്തരമില്ലല്ലേ? ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാനാ? അവനൊരു കള്ളനാണെന്നും ഫ്രോഡാണെന്നും നിന്റെ അച്ഛന് ആദ്യമേ ബോധ്യപ്പെട്ടതാ. എന്നിട്ടും അച്ഛൻ അവിടെ വന്ന് ആഹാരം കഴിച്ചു, താമസിച്ചു. എന്തിന്? നിനക്കത് ഇഷ്ടമാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അവനെയും കൂട്ടി ഈ വീട്ടിൽ വരെ വന്നു. എന്നിട്ട് 4 ദിവസം കൊണ്ട് അവൻ അവന്റെ തനി സ്വഭാവം കാണിച്ചില്ലേ? പക്ഷേ അവനെ അച്ഛൻ അങ്ങ് വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. എവിടെയായാലും അച്ഛൻ അവനെ കണ്ടെത്തും. അവനുള്ളത് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. നീ കല്യാണം കഴിച്ച കാര്യം ആരെങ്കിലും ചോദിക്കുമെന്ന് പേടിച്ചിട്ടെ അച്ഛൻ ആരുടെ മുഖത്ത് പോലും നോക്കാറില്ല. നീ കല്യാണം കഴിച്ചത് ഒരു കള്ളനും കൂടിയാണെന്ന് നാട്ടുകാരറിഞ്ഞ ഈശ്വര എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഈ അടുത്ത രാജീവേട്ടൻ പുറത്തിറങ്ങുന്നത് പോലും ഇനിയും അടച്ചുപൂട്ടിയിരിക്കേണ്ട ഗതികേടായല്ലോ അങ്ങേർ. എന്റെ ദൈവമേ, ഇതിപ്പോ നിന്റെ ജീവിതവും പോയി, ഞങ്ങളുടെ അന്തസ്സും പോയി, കയ്യിലിരിക്കുന്ന കാശും പോയി. എല്ലാം ആ നശിച്ചവൻ കാരണമാണല്ലോ എന്നോർക്കുമ്പോ എന്നമ്മ പറയുന്നത് കേൾക്കേ. ആദ്യമ്മേ ഒന്ന് നിർത്ത്. അല്ലെങ്കിലും എനിക്ക് വേണ്ടത്ര ടെൻഷനുണ്ട്. ഇനി അത് കൂട്ടാൻ വേണ്ടി ഓരോന്ന് പറയില്ലേ പ്ലീസ്. കുറച്ചു നേരം എന്നെ ഒറ്റയ്ക്ക് വിട് എന്ന് നിധിയും പറയുക. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് പണം വാങ്ങിക്കോളും. അങ്ങനെയാണെങ്കിൽ അതോടെ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടേക്കണം. ഇങ്ങനൊരു നശിച്ച ബന്ധം ഇനി വേണ്ട. നിന്റെ കാല പിടിച്ച് പറയാ ഞാൻ. ഇനിയും നീ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടല്ലേ മോളെ എന്ന് ഹേമ പറയെ. നിധി സഹിക്കാനാവാതെ ദേഷ്യത്തോടെ കൈ കൂപ്പുകയാണ്. അത് കാണേ ഹേമയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ കട്ടിലേക്കിരുന്ന് സുധീഷുമൊത്തുള്ള നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. അല്ല, സുധീഷ് അങ്ങനെ ഒരാളല്ല. എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു കാര്യം സുധീഷ് ഉറപ്പായിട്ടും ചെയ്യില്ല എന്ന് സങ്കടത്തോടെ പറയുകയാണ്. അവിടെ സുധീഷിന്റെ വീട്ടിൽ രാത്രിയാവുമ്പോ അച്ഛൻ ഉമ്മറത്തെ കട്ടിലിരിപ്പാ. നികേഷ് അവിടെ തളത്തിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഹരീഷ് അപ്പോഴും സുധീഷിനെ മൊബൈലിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നികേഷിന് ചായയുമായി വന്ന സുഭാഷും ടെൻഷനോടെ നടക്കുന്ന ഹരീഷിനെ കണ്ട് എന്തടാ, എന്തു പറ്റി? എന്തോ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കേ. ഒന്നുമില്ലെന്ന് ഹരീഷും. എന്താ ഹരീഷേട്ടാ, വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഇല്ല. സുധീഷേട്ടൻ എപ്പോഴാ സുഭാഷേട്ടനെ ലാസ്റ്റ് വിളിച്ചത് എന്ന് ഹരീഷ് ചോദിക്കെ. ഇന്നലെ സംസാരിച്ചിരുന്നു. എന്തേ എന്ന് സുഭാഷും. ഇന്ന് വിളിച്ചില്ലെന്ന് ഹരീഷ് ചോദിക്കെ. ഇല്ല എന്ന് സുഭാഷ് പറയെ. എടാ നിന്നെയോ എന്ന് നികേഷിനോടായി ചോദിക്കുന്നുണ്ട് ഹരീഷ്. എന്നോടും ഇന്നലെയാ സംസാരിച്ചത്. കുറച്ചു മുമ്പേ ഞാൻ വിളിച്ചപ്പോ കിട്ടിയില്ല. ഹരീഷേട്ടനെ വിളിച്ചിട്ടുണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് നികേഷ് പറയുന്നത് ഉമ്മറത്തിരിക്കുകയായിരുന്ന അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ രാവിലെ തൊട്ടേ ട്രൈ ചെയ്യുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫാ.
എന്തോ വല്ലാണ്ട് തോന്നണോ എന്ന് ഹരീഷും. അതിനെന്തിനാടാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? എടാവൻ നിധിയുടെ വീട്ടിലല്ലേ, അവരെവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലെന്ന് സുഭാഷ് പറയേ. ഹരീഷ് ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്താടാ എന്തു പറ്റിയെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണേ സുഭാഷും ചിരിയോടെ നികേഷിനോടായി, നേരിട്ടു കണ്ട രണ്ടും കീരിയും പാമ്പും പോലെ മാറി നിന്നാലോ രണ്ടെണ്ണത്തിനും കാണാതിരിക്കാനും പറ്റില്ല എന്ന് പറയേ. അടിയുണ്ടാക്കാൻ പറ്റാഞ്ഞ് ബോറടിച്ചിട്ടാന്നാ എനിക്ക് തോന്നുന്നേ എന്ന് നികേഷും. ഹരീഷിനോട് സംസാരിക്കണമെങ്കിൽ നിനക്ക് നിധിയെ വിളിച്ചാ പോരെ? നിധിയുടെ ഫോണൊന്ന് അവന് കൊടുക്കാൻ പറഞ്ഞാ പോരെ എന്ന് സുഭാഷ് ചോദിക്കേ. അതല്ല സുഭാഷ് ഏട്ടാ, എനിക്കെന്താ പറയേണ്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഹരീഷ് ഇമോഷണൽ ആവുകയാ. ഹരീഷിന്റെ മനസ്സിലേക്ക് അപ്പോഴും ഓടിയെത്തുന്നത് സുധീഷ് അന്ന് വർക്ക്ഷോപ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാ. ആഴ്ചയ്ക്കുള്ളിൽ എന്നെയും നിധിയെയും രണ്ടായിട്ട് പിരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയത് എന്ന് സുധീഷേട്ടൻ പറഞ്ഞ ആ കാര്യം ഓർത്തെടുത്ത് ടെൻഷനോടെ നിൽക്കേ. എന്താടാ കാര്യമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഏട്ടാ ഒരു പ്രശ്നമുണ്ടെന്ന് ഹരീഷ് പറയേ. എന്ത് പ്രശ്നമെന്ന് സുഭാഷും നികേഷും ചോദിക്കുക. എന്നോട് കുറച്ചു നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞതാ എന്നവൻ പറയേ. ആരെ? സുധീഷോ എന്ന് സുഭാഷ്. അല്ല ഏടത്തി എന്ന് ഹരീഷ് പറയേ. എന്തു പറഞ്ഞു എന്ന് സുഭാഷും. സുധീഷ് ഏട്ടൻ നമ്മളെ ആരെങ്കിലും വിളിച്ചൊന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് രാവിലെ എങ്ങോട്ട് പോയതാണെന്ന്, പിന്നീട് അങ്ങോട്ട് തിരിച്ചെത്തിയില്ലെന്ന്, വിളിച്ചിട്ട് കിട്ടണില്ലെന്നും പറഞ്ഞു. അതാ എന്നെ വിളിച്ച് പറഞ്ഞത് എന്നവൻ പറയുന്നത് കേൾക്കെ. നിധി നിന്നെ എപ്പോഴാ വിളിച്ചതെന്ന് സുഭാഷൻ ചോദിക്കുക. 1 മണിക്കൂറായി കാണുമെന്ന് ഹരീഷ് പറയേ. എന്നാ ഇപ്പോ അവൻ അവിടെ എത്തിക്കാണും. ഫോൺ ചാർജ് തീർന്നതാവും, അതവന്റെ സ്ഥിരം ഏർപ്പാടല്ലേ. നീ നിധിയെ വിളിക്കുന്ന സുഭാഷ് പറയേ. ഹരീഷ് ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽപ്പാ. ഇവിടെ എന്താണ് ആലോചിച്ച് നിൽക്കുന്നേ എന്ന് അവനോടായി ചോദിച്ച് നികേഷിനോടായി. എടാ നികേഷേ, നീ ആ ഫോൺ ഇങ്ങെടുത്തേ പറയുമ്പോഴേക്കും നികേഷ് ഫോൺ എടുക്കാനായി പോകുന്നുണ്ടെങ്കിലും അല്ലൽ വേണ്ട, നീ തന്നെ വിളിക്കേ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നികേഷ് തന്റെ മൊബൈൽ എടുത്ത് നിധിയെ വിളിക്കാനായി തുടങ്ങുകയാ. റൂമിൽ ടെൻഷനോടെ ഇരിക്കായിരുന്ന നിധിയും നികേഷിന്റെ കോളാണെന്ന് കണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ നികേഷേ എന്ന് വിളിക്കേ. ഏട്ടത്തി, ഹരീഷ് ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, സുധീഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ എന്ന് അവൻ ചോദിക്കുകയാ. നികേഷേ, സുധീഷ് ഇതുവരെ അവിടെ എത്തിയില്ലേ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ. ഏട്ടത്തിയുടെ കൂടെ അവിടേക്ക് വന്നതല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഏട്ടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷ് ചോദിക്കേ. നിധി ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിപ്പാ. ഹലോ ഏട്ടത്തി, കേൾക്കുന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നത് കാണേ. ആ ഫോൺ ഇങ്ങ് തന്നെ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കൊണ്ട് സ്പീക്കറിലിട്ട്, മോളെ എന്താ അവിടെ പ്രശ്നം? സുധീഷ് എവിടേക്കാ പോയെന്ന് ചോദിക്കുക. ഇല്ലേട്ടാ, രാവിലെ ഒരു ആവശ്യത്തിന് പുറത്തു പോയതാ, പിന്നെ വിളിച്ചിട്ടില്ല. ഇപ്പൊ ഫോണും ഓഫാ. അതാ ഞാൻ ഹരീഷിനെ വിളിച്ചത്, അവനോട് എന്തേലും പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ എന്നവൾ പറയേ. മോളിപ്പോ ഹരീഷിനെ വിളിച്ചിട്ട് 1 മണിക്കൂറോളം ആയില്ലേ, എന്നിട്ട് ഇതുവരെ എത്തിയില്ലേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ടെൻഷൻ ആവണ്ട, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് നിധി പറയേ. മോളെ അവൻ എങ്ങോട്ടാ പോയതെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അച്ഛനാ രാവിലെ ഒരു കാര്യത്തിന് സുധീഷിനെ പുറത്തോട്ട് അയച്ചത്, ഉച്ചയാവുമ്പോഴേക്കും എത്തേണ്ടതായിരുന്നു. കാണാതായപ്പോഴാ ഞാൻ ഇവിടെ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. എനിക്കാകെ ടെൻഷനായിട്ട് വയ്യ. ഇനി അവിടേക്ക് വന്നു കാണുമെന്ന് സംശയിച്ച് വിളിച്ചതാ ഞാൻ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവിടെ വന്നാ ഞാൻ വിളിക്കാം. അവിടെ വന്നാ ഒന്ന് വിളിച്ചു പറയണെന്ന് നിധി പറയേ. ശരിയെന്ന് പറഞ്ഞ് സുഭാഷും കോൾ വെക്കുകയാണ്. എന്നാലും അവൻ ഇത് എവിടെ പോയതായിരിക്കുമെന്ന് സുഭാഷ് പറയേ. അച്ഛന് രാവിലെ ഒരു കാര്യത്തിന് സുധീഷിനെ പുറത്തേക്ക് അയച്ചതെന്ന് ഹരീഷ് ഓർത്തെടുക്കുന്നുണ്ട്. അതോർക്കെ അവനും പരിഭ്രമത്തോടെ, ഏട്ടാ അയാൾ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ, അയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഹരീഷ് പറയേ. നീ ആരെക്കുറിച്ച് ഈ പറയുന്നെന്ന് സുഭാഷും. അയാള് ആ രാജീവ് ശങ്കർ എന്ന് ഹരീഷ് പറയേ. നിധിയുടെ അച്ഛനോ? അതെന്തിന്? എടാ അയാളല്ലേ അവരെ വന്ന് വിളിച്ചോണ്ട് പോയത്, അങ്ങേരെന്തിന് സുധീഷിനെ എന്തെങ്കിലും ചെയ്യണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് സുഭാഷ് ഏട്ടനെ കാര്യങ്ങൾ അറിയാത്തോണ്ടാ ആദ്യം ഞാനും കാര്യമാക്കാതെ വെറുതെ വിട്ടതാ, ഇപ്പോഴും അത് തെറ്റായി പോയെന്ന് മനസ്സിലായത് എന്ന് ഹരീഷ് ടെൻഷനോടെ പറയേ. എടാ എന്ത് തെറ്റായി പോയിന്ന് നീ ഒന്ന് തെളിച്ച് പറഞ്ഞ ഹരീഷ് എന്ന് സുഭാഷും. അത് സുധീഷ് ഏട്ടൻ എന്നോട് മുന്നേ പറഞ്ഞതാ, ഏട്ടത്തിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ല. അന്ന് രാവിലെ സുധീഷ് ഏട്ടനെ പുള്ളി നേരിട്ട് കണ്ടിരുന്നു. അപ്പൊ സുധീഷ് ഏട്ടനെ പരസ്യമായിട്ട് അയാൾ വെല്ലുവിളിച്ചതാ, ആഴ്ചയ്ക്കുള്ളിൽ ഏട്ടത്തിയെയും സുധീഷ് ഏട്ടനെയും പിരിക്കുമെന്ന്. അതും പറഞ്ഞ് സുധീഷ് ഏട്ടനെ അയാൾ ശരിക്കും വിരട്ടിയിട്ടുണ്ട് എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ. എന്തുവാടാ നീ പറയുന്നതെന്ന് സുഭാഷും. അതെ സുഭാഷ് ഏട്ടാ, അയാൾ ഇവിടേക്ക് വന്നത് എന്തോ വലിയ പ്ലാനുമായിട്ടാ, അത് ഉറപ്പാ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ. ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും ടെൻഷനോടെ എഴുതേറ്റ് ഉമ്മറവാദിക്ക് വന്ന് അകത്തേക്ക് നോക്കി നിൽപ്പാ. സുധീഷ് ഏട്ടൻ ഇവിടുന്ന് പോകുമ്പോ ഇത്തിരി ടെൻഷനില്ല പോയത്, അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി സുധീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. ഞാനത് കാര്യമാക്കാണ്ടിരുന്നെന്ന് ഹരീഷ് ടെൻഷനോട് പറയേ. എടാ എന്നിട്ട് എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ നേരത്തെ വിടില്ലായിരുന്നു എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ പറഞ്ഞതാ, ഇപ്പൊ ഒന്നും പറയണ്ട. അതാ ഞാൻ മിനിഞ്ഞാന്ന് രാത്രി വിളിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞു. ഇടതി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവരുടെ പെരുമാറ്റം 2 തരത്തിലാണെന്ന് എന്നൊക്കെ ഹരീഷ് പറയുന്നത് കേൾക്കെ. പരിഭ്രമത്തോടെ അത് ശ്രദ്ധിച്ചു നിൽക്കുന്ന അച്ഛനെ കാണിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാജീവും അരുണും സുധീഷിനെ കെട്ടിയിട്ട് താവളത്തിലെത്തുന്നതും മുഖം മറച്ച് അരുണവനെ പെരുമാറുന്നതും സമയം വൈകുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണമെന്ന് ഹരീഷ് സുഭാഷ് ഏട്ടനോടായി പറയുന്നതും സുധീഷ് ഒരു ചതിയനാണെന്ന് നിധിയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ രാജീവ് ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.